ലുലു മാളിന്റെ എല്ലാ ഷോറൂമിലും 50% ഓഫ് ഉണ്ടെന്നുള്ള വ്ളോഗേഴ്സിന്റെ തള്ളല് കേട്ടിട്ടാണ് കൊല്ലം കൊട്ടിയം ലുലുലോട് ഞാനും തള്ളിക്കയറി ചെന്ന് അവിടെ ചെന്ന് ഓഫറിൽ കണ്ട ഒരു പ്രോഡക്റ്റ്, അതായത് മെറ്റൽ ബോക്സ്, കുട്ടികളുടെ പെൻസിലൊക്കെ ഇടുന്ന മെറ്റൽ ബോക്സ് 99 രൂപ ഓഫർ ഇട്ട് വെച്ചിരിക്കുന്നു. ഈ സാധനം ഞാൻ 3 ബോക്സ് എടുത്തു. പക്ഷെ ബില്ലിട്ടപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് 199 രൂപയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഇട്ട് വെച്ചിരിക്കുന്ന ഓഫറിൽ ഇട്ട് വെച്ചിരിക്കുന്ന പ്രൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ബില്ല് ചെയ്യുമ്പോൾ വരുന്നത്. ചീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തൊരു ചീറ്റിംഗ് ആണ്, എന്തുമാത്രം ചീറ്റിംഗ് ആണ്. 99 രൂപ എന്ന് പറഞ്ഞു ഒരു ലോഡ് സാധനം കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളത് വാങ്ങിക്കഴിയുമ്പോൾ അതിന്റെ ബില്ല് എന്ന് പറയുന്നത് 199 രൂപയാണ്. എത്ര പേര് ഈ ബില്ല് ചെക്ക് ചെയ്യും വീട്ടിൽ ചെന്നിട്ട്? എത്രയോ പേരൻസ്, എത്രയോ കുട്ടികൾ വന്ന് ഈ മെറ്റൽ ബോക്സ് എടുത്തിട്ട് പോയി. നിങ്ങൾ പറയും ഇതിന്റെ പ്രൈസ് പറയുന്നത് 400 രൂപയാണ്. 400 രൂപയുടെ മെറ്റൽ ബോക്സ് എന്നാണ് ഇവർ പറയുന്നത്. 400 രൂപ. ഈ ഒരു മെറ്റൽ ബോക്സിന് എവിടെയെങ്കിലും 400 രൂപയുണ്ട്? നിങ്ങൾ പറയും എവിടെയാണ് ഈ 400 രൂപയ്ക്ക് ഈ സാധനം കിട്ടുന്നത്? 400 മീൻസ് 399. ഈ 399 രൂപയുടെ സാധനമാണ് ഇവർ 50% ഓഫ് ഇട്ടിട്ട് 199 കൊടുക്കുക. എന്നാൽ 199 എന്നാണ് അവിടെ ടാഗ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ അവർ പ്രൈസ് ടാഗ് ഇട്ടിരുന്നത് 99 എന്നാണ്. നമ്മളത് റിട്ടേൺ ചെയ്ത് ഇതിൽ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് 199 ആണ്, 99ൻ്റെത് വേറെയാണ്. പക്ഷെ എവിടെ 99ൻ്റെ സാധനം എവിടെയാ? അതവിടെ ഇല്ല. ഈ ബോക്സ് ആണ് ആ ഒരു ഇവർ വെച്ചിരുന്ന ഒരു വലിയ ബാസ്ക്കറ്റ് നിറയെ ഈ ബോക്സ് ആണ്. ഇതല്ലാതെ മറ്റൊരു ബോക്സ് ഇല്ല. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണുള്ളത്. ഇവർ പറയുന്നത് ഇതല്ല വേറെയാണ് 99ൻ്റെ. എന്നാൽ പിന്നെ എന്തിനാണ് ഈ അവിടെ ഈ 99 എന്നുള്ള ടാഗ് വെച്ചിരിക്കുന്നത്? 199ൻ്റെ സാധനം വെച്ചിട്ട് 99 രൂപയെന്നും വെക്കുക. എന്നിട്ട് ബില്ലിടുമ്പം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും, ഒരുപാട് എന്നെ പോലുള്ള ഒരുപാട് പേരൻസും കുട്ടികളും വന്നിട്ട് ഈ ബോക്സ് എടുത്തിട്ട് പോകണം. എത്ര പേര് വീട്ടിൽ പോയി ബില്ല് ചെക്ക് ചെയ്തിട്ടുണ്ടാവും? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? നോക്ക്, 3 ബോക്സ് എടുത്ത് 600 രൂപയാണ് 3 ബോക്സിനായിട്ട് പോയിരിക്കുന്നത്. 600 രൂപയൊക്കെ ഉണ്ടോ ഈ 3 ബോക്സ്? ഒരു ബോക്സിന് ഇവർ പറയുന്ന പ്രൈസ് 400 രൂപയാണ്. അതായത് 399 രൂപ. 399 രൂപയ്ക്ക് ഈ ബോക്സ് ഉണ്ടോ? അതായത് അതാണ് 50% ഇട്ട് 199 ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്നത് 99 രൂപയെന്ന്. അപ്പോൾ പോകുന്നവർ ശ്രദ്ധിച്ച് ബില്ലും കൂടി ചെക്ക് ചെയ്യുക. നമ്മൾ അവിടെ കാണുന്ന ഓഫർ ആയിരിക്കില്ല നിങ്ങൾക്ക് ബില്ലിൽ കിട്ടുന്നത്. പിന്നെ നൂഡിൽസ് ആണ് 80 രൂപയുടെ നൂഡിൽസ് 40 രൂപയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ നല്ല പ്രോഡക്റ്റിനെല്ലാം MRPയിൽ നിന്നും 1 രൂപ മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. ഒരേ 1 രൂപ. നമ്മളിപ്പോൾ ഒരു പിന്നെ ഫേസ് വാഷ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സൺസ്ക്രീൻ, എല്ലാത്തിനും 1 രൂപയാണ് ഓഫ് ഉള്ളത്. ഒന്നിനും ഈ പറയുന്ന വലിയ, അതായത് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഓഫ് മാത്രം. പിന്നെ ആർക്കും വേണ്ടാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ട് പിന്നൊക്കെയാണ്. അതായത് ജ്യൂസ് പോലുള്ള ഐറ്റംസ്, അതൊക്കെ എക്സ്പയറി ആവുന്ന പെട്ടെന്ന് ആവുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു 30 രൂപ കുറച്ച് കൊടുക്കുന്നത്, 30-40 രൂപ. ഇത് പറയാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ കെയറിൽ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊല്ലം ഷോറൂമിൽ തരുന്നത് തിരുവനന്തപുരത്തെ നമ്പറാണ് തരുന്നത്. എന്നാൽ അതേ വിളിച്ചിട്ട് ട്രിവാൻഡ്രത്ത് കിട്ടുന്നുണ്ടോ? അതില്ല. എറണാകുളം കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ ഒരൊറ്റ കസ്റ്റമർ കെയർ നമ്പറിലും ഫോൺ എടുക്കില്ല, ആരും എടുക്കില്ല. നമ്മൾ എവിടെയാണ് ഇത് പറയേണ്ടത്? വീണ്ടും നമ്മൾ എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം തിരിച്ച് നമ്മൾ ആ വാങ്ങിയ സ്ഥലത്ത് തന്നെ വരിക. ഓഫർ ഈ 50% ഓഫ് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നതുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടരുത്. ഇതുപോലെ ഓഫർ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബില്ലിടുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് റിട്ടേൺ ചെയ്യുക. എന്തായാലും ഞാൻ അത് റിട്ടേൺ ചെയ്തു, റീഫണ്ട് ചെയ്തു. 600 രൂപ ഞാൻ വാങ്ങി.